أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. കഴിഞ്ഞ ഖുതുബയിൽ തബൂക്ക് യുദ്ധത്തെക്കുറിച്ച് സംക്ഷിപ്തമായി വിവരിച്ചിരുന്നു. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇന്ന് ഞാൻ വിവരിക്കുന്നതാണ്. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ഈ യുദ്ധത്തിൻ്റെ, അതായത് തബൂക്ക് യുദ്ധത്തിൻ്റെ പശ്ചാത്തലം വിശദീകരിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നു: നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക കീഴടക്കിയ സമയത്ത് അവിടെ ഖസ്റജ് ഗോത്രക്കാരനായ അബു ആമർ മദ്നി എന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ജൂതന്മാരുമായും ക്രിസ്ത്യാനികളുമായും ബന്ധമുണ്ടായിരുന്നതിനാൽ ദിക്റുകളും ദൈവസ്മരണകളും മറ്റു കർമ്മങ്ങളും പതിവാക്കിയിരുന്ന വ്യക്തിയായിരുന്നു അയാൾ. ആളുകൾ അയാളെ അതുകൊണ്ട് തന്നെ റാഹിബ് അഥവാ പാതിരി എന്ന് വിളിച്ചിരുന്നു. എന്നാൽ മതപരമായി ആ വ്യക്തി ക്രിസ്ത്യാനി ആയിരുന്നില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയ ശേഷം ഈ വ്യക്തി മക്കയിലേക്ക് ഓടിപ്പോയി. മക്കയും മുസ്ലിങ്ങൾ കീഴടക്കിയപ്പോൾ ഇസ്ലാമിനെതിരെ കുഴപ്പങ്ങളുണ്ടാക്കാൻ തനിക്ക് ഇനി മറ്റെന്തെങ്കിലും തന്ത്രം മെനയേണ്ടി വരുമെന്ന് അയാൾ ചിന്തിക്കാൻ തുടങ്ങി. ഒടുവിൽ അയാൾ തൻ്റെ പേരും രീതികളും മാറ്റി മദീനയുടെ അടുത്തുള്ള കുബ എന്നു പേരുള്ള ഗ്രാമത്തിൽ ചെന്ന് താമസിക്കാൻ തുടങ്ങി. വർഷങ്ങളോളം പ്രവാസ ജീവിതം കഴിച്ചുകൂട്ടിയതിനാലും വേഷവിധാനങ്ങളിൽ മാറ്റം വരുത്തിയതിനാലും മദീനയിലെ സാധാരണക്കാർക്ക് അയാളെ തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. അയാൾ ബന്ധം സ്ഥാപിച്ചിരുന്ന മുനാഫിക്കുകൾക്ക് മാത്രമേ അയാളെ അറിയാമായിരുന്നുള്ളൂ. ഇയാൾ മദീനയിലെ മുനാഫിക്കുകളുമായി ചേർന്ന് ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു. ഞാൻ ഷാമിൽ പോയി ക്രിസ്ത്യൻ ഭരണകൂടത്തെയും അറബികളായ ക്രിസ്ത്യൻ ഗോത്രങ്ങളെയും പ്രകോപിപ്പിക്കുകയും മദീനയെ ആക്രമിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യാം. ഇവിടെ നിങ്ങൾ ഷാമിലെ സൈന്യം മദീനയെ ആക്രമിക്കാൻ ഒരുങ്ങിയാണെന്ന് പ്രചരിപ്പിച്ചു തുടങ്ങിക്കൊള്ളൂ. മദീനയിലെ മുനാഫിക്കുകൾ ഈ പ്രചരണം ആരംഭിക്കണം. എൻ്റെ പദ്ധതി വിജയിക്കുകയാണെങ്കിൽ ഇരു വിഭാഗങ്ങളും ഏറ്റുമുട്ടുകയും അവർക്കിടയിൽ യുദ്ധമുണ്ടാകുകയും ചെയ്യും. ഇനി എൻ്റെ പദ്ധതി വിജയിച്ചില്ലെങ്കിൽ പോലും ഈ കിംവദന്തികൾ കാരണം മുസ്ലിങ്ങൾ ഒരുപക്ഷെ സിറിയയെ, ഷാമിനെ സ്വയം ആക്രമിക്കാൻ പോകുകയും അങ്ങനെ കൈസറിൻ്റെ, റോമൻ ചക്രവർത്തിയുടെ ഭരണകൂടവും അവരും തമ്മിൽ യുദ്ധം തുടങ്ങുകയും ചെയ്യും. എന്തായാലും നമ്മുടെ കാര്യം നടക്കും. ഇരു സാഹചര്യങ്ങളിൽ നമുക്കാണ് നേട്ടം. ആ പ്രക്ഷോഭകാരി അങ്ങനെ പറഞ്ഞു. അങ്ങനെ അതിനായി അവരെ പ്രേരിപ്പിച്ചിട്ട് അയാൾ ഷാമിലേക്ക് പോയി. മദീനയിലെ മുനാഫിക്കുകൾ ദിവസേന മദീനയിൽ വാർത്തകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഒരു യാത്രാ സംഘം ഞങ്ങളെ കണ്ടിരുന്നു. ഷാമിലെ സൈന്യം മദീനയെ ആക്രമിക്കാൻ തയ്യാറെടുക്കുകയാണെന്ന് അവർ ഞങ്ങളോട് പറഞ്ഞു. അടുത്ത ദിവസം വീണ്ടും അവർ പറയും, മറ്റൊരു യാത്രാ സംഘത്തെ ഞങ്ങൾ കണ്ടിരുന്നു. സിറിയയിലെ, ഷാമിലെ സൈന്യം മദീനയിലേക്ക് പടനീക്കം ചെയ്യാൻ പോവുകയാണെന്ന് അവർ ഞങ്ങളോട് പറഞ്ഞു. ഈ ഊഹാപോഹങ്ങൾ അതിശക്തമായി പ്രചരിക്കാൻ തുടങ്ങിയപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക സൈന്യവുമായി ഷാമിലെ സൈന്യങ്ങളെ നേരിടാൻ സ്വയം പുറപ്പെടുന്നത് ഉചിതമായിരിക്കുമെന്ന് കരുതി. ആ സമയം മുസ്ലിങ്ങൾക്ക് വളരെ കഷ്ടപ്പാടുകളുടെ സമയമായിരുന്നു. അത് ക്ഷാമത്തിൻ്റെ വർഷമായിരുന്നു. കഴിഞ്ഞ കൊയ്ത്തുകാലത്ത് വിളവുകളും പഴങ്ങളും നന്നേ കുറവായിരുന്നു. ഇത്തവണത്തെ വിളവുകൾ അതുവരെ
തയ്യാറായിട്ടുമുണ്ടായിരുന്നില്ല. വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സെപ്റ്റംബർ അവസാനമോ ഒക്ടോബർ ആദ്യമോ ആയിരുന്നു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദൗത്യത്തിനായി പുറപ്പെട്ടത്. ഇതെല്ലാം ഒരു ദുഷ്ടലാക്കാണെന്നും ഷാമിലെ സൈന്യം ആക്രമിച്ചില്ലെങ്കിൽ മുസ്ലിങ്ങൾ തന്നെ ഷാമിലെ സൈന്യത്തോട് യുദ്ധത്തിന് പോകുകയും അതുവഴി അവർ നശിച്ചു പോകുകയും ചെയ്യുവാനാണ് തങ്ങൾ ഈ കുതന്ത്രങ്ങളെല്ലാം ചെയ്തതെന്ന് മുനാഫിക്കുകൾക്ക് ബോധ്യമുണ്ടായിരുന്നു. മൗത്ത യുദ്ധത്തിന്റെ സാഹചര്യങ്ങൾ അവരുടെ കൺമുന്നിലുണ്ടായിരുന്നു. അന്ന് മുസ്ലിങ്ങൾക്ക് വലിയൊരു സൈന്യത്തെ നേരിടേണ്ടി വരികയും കനത്ത നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരികയും കഷ്ടപ്പെട്ടു മാത്രം അവർ രക്ഷപ്പെടുകയും ചെയ്യുകയുണ്ടായി. ഇപ്പോൾ അവർ തങ്ങളുടെ കണ്ണുകൾ കണ്ട് മറ്റൊരു മൗത്ത യുദ്ധത്തിന്റെ സാഹചര്യം കാണാൻ ആഗ്രഹിച്ചു. അതിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയും നൗസുബില്ല അവരുടെ ചിന്തയിൽ ഷഹീദാകുമായിരുന്നു. അതുകൊണ്ട് ഒരു വശത്ത് മുനാഫിക്കുകൾ ദിവസേന കിംവദന്തകൾ പറഞ്ഞു പരത്തി ഇന്ന സ്രോതസ്സുകളോട് ഞങ്ങൾ അറിഞ്ഞത് ശത്രുക്കൾ ആക്രമിക്കാൻ പോകുന്നുവെന്നും ഇന്ന സ്രോതസ്സുകളോട് ഞങ്ങൾ അറിഞ്ഞത് ഷാമിലെ സൈന്യം വരുന്നു എന്നുമാണ്. മറുവശത്ത് അവർ ആളുകളെ ഭയപ്പെടുത്തി കൊണ്ട് പറഞ്ഞു, ഇത്രയും വലിയ സൈന്യത്തെ നേരിടുന്നത് നിസ്സാര കാര്യമല്ല, നിങ്ങൾ യുദ്ധത്തിന് പോകരുത്. ഈ പ്രവർത്തനങ്ങളുടെ അവരുടെ ലക്ഷ്യം ഇതായിരുന്നു: മുസ്ലിങ്ങൾ ഷാമിനെ ആക്രമിക്കാൻ പോകണം, എന്നാൽ കഴിയുന്നത്ര കുറഞ്ഞ അംഗബലത്തിൽ മാത്രം അവർ പോകണം. അതിലൂടെ അവരുടെ തോൽവി പരമാവധി സുനിശ്ചിതമാക്കണം. എണ്ണം കുറവാണെങ്കിൽ തോൽവി ഉറപ്പാകുമല്ലോ. എന്തായാലും ലഭ്യമായ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹചര്യങ്ങളും സംഭവങ്ങളും വിലയിരുത്തി ഒരു നിഗമനത്തിലെത്തി. റോമക്കാരെ നേരിടുന്നതിൽ കാലതാമസം വരുത്തുകയോ മുസ്ലിം സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ പ്രവേശിക്കാൻ അവർക്ക് അവസരം നൽകുകയോ ചെയ്താൽ അതിൻ്റെ നാശനഷ്ടങ്ങൾ ഭീമമായിരിക്കും. അതുകൊണ്ട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നിട്ടും റോമക്കാർക്ക് മുന്നോട്ട് വന്ന് ആക്രമിക്കാൻ അവസരം നൽകാതെ അവരുടെ പ്രദേശത്ത് അവർക്കെതിരെ ഒരു നിർണായക യുദ്ധം നടത്താൻ അവിടുന്ന് തീരുമാനിച്ചു. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ഇത് മറ്റൊരിടത്ത് ഇങ്ങനെ വിശദീകരിച്ചിരിക്കുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കിംവദന്തികൾ കേട്ടപ്പോൾ അവിടുന്ന് ഇപ്രകാരം കൽപ്പിച്ചു: റോമക്കാർ നമ്മുടെ മേൽ വന്ന് ആക്രമിക്കുന്നതിനു പകരം നമ്മൾ അതിർത്തിയിൽ പോയി അവരെ തടയണം, പ്രതിരോധിക്കണം. അവിടുന്ന് മുസ്ലിങ്ങളോട് ഒരുക്കങ്ങൾ നടത്താൻ ആജ്ഞാപിച്ചു. ആദ്യത്തെ ഒരു റെഫറൻസ് ഞാൻ ചരിത്രഗ്രന്ഥത്തിൽ നിന്നാണ് നൽകിയത്. ഈ ഭാഗം ഹദ്രത്ത് മസീഹ് ഇസ്ലാമിൻ്റെ ആണ്, ഹദ്രത്ത് മുസ്ലിം റളിയല്ലാഹുവിൻ്റെ ആണ്. എന്തായാലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണയായി സൈനിക നീക്കങ്ങൾ രഹസ്യമായി വെക്കാറുണ്ടായിരുന്നു. എന്നാൽ ഖൈബർ യുദ്ധത്തിന് ശേഷം തബൂക്ക് യുദ്ധം അവിടുന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. വഴിയിലെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ശത്രുക്കളുടെ ജനബാഹുല്യത്തെക്കുറിച്ചും മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് അവിടുന്ന് ഒരുങ്ങാൻ വേണ്ടി നിർദ്ദേശിച്ചു. ഇത് ബുഖാരിയിലെ ഒരു റിപ്പോർട്ടിൽ വന്നതാണ്. അതോടൊപ്പം മക്കയിലേക്കും മറ്റ് അറബ് ഗോത്രങ്ങളിലേക്കും അവിടുന്ന് ആളുകളെ അയച്ചുകൊണ്ട് അവരോട് സൈന്യത്തിൽ ചേരാൻ ആവശ്യം ഉന്നയിച്ചു. മറുവശത്ത് ധനികരായ ആളുകളോട് അവിടുന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തങ്ങളുടെ സമ്പത്ത് ചെലവഴിക്കാൻ ആഹ്വാനം ചെയ്തു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവിധ ഗോത്രങ്ങളിലേക്ക് യുദ്ധത്തിൽ പങ്കുചേരാനുള്ള സന്ദേശം അയക്കുകയും അതിനായി പ്രതിനിധികളെ അയക്കുകയും ചെയ്തു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹദരത്ത് ബുറൈദ ബിൻ ഹുസൈബിനെ ബനു അസ്ലം ഗോത്രത്തിലേക്കും ഹസ്രത്ത് അബു റുഹം ഗിഫാരിയെ തൻ്റെ ഗോത്രമായ ബനു ഗിഫാറിലേക്കും ഹദരത്ത് അബു വാഖിദ് ലൈസിയെ തൻ്റെ ഗോത്രമായ ലൈസിയിലേക്കും ഹദരത്ത് അബു ജാദ് സുമരിയെ അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിലേക്കും അയച്ചു. ഹദരത്ത് റാഫി ബിൻ മുഖൈസിനെ ജുഹൈന ഗോത്രത്തിലേക്കും അതുപോലെ ഹദരത്ത് നുഐം ബിൻ മസ്ഊദിനെ അഷ്ജ ഗോത്രത്തിലേക്കും ബുദേൽ ബിൻ വറക്കയെയും അമ്ര ബിൻ സാലിമിനെയും ബുസ്ർ ബിൻ സുഫ്യാനെയും ബനു കാബ് ബനു അമ്ര ഗോത്രങ്ങളിലേക്കും അയച്ചു. അതുപോലെ അബ്ബാസ് ബിൻ മിർദാസിനെ ബനു സുലൈം ഗോത്രത്തിലേക്കും അയച്ചു. ആ സമയത്ത് മദീനയിൽ കടുത്ത ഭീതിയുടെ അന്തരീക്ഷം തളം കെട്ടിയിരുന്നു. ശക്തനായ ശത്രു ഏതു സമയത്തും ആക്രമിക്കാമെന്നതായിരുന്നു അതിനുള്ള കാരണം.
ബുഖാരിയിലെ ഒരു റിപ്പോർട്ട് പ്രകാരം ഹദരത്ത് ഉമർ റളിയല്ലാഹു പറയുന്നു, ഒരു ഖസാനി രാജാവ് ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ കുതിരകൾക്ക് ലാടം വരെ അടിച്ചു കഴിഞ്ഞിരിക്കുന്നു, അതായത് പൂർണ്ണമായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞങ്ങൾ പരസ്പരം സംസാരിക്കാറുണ്ടായിരുന്നു. ബുഖാരിയിലെ തന്നെ മറ്റൊരു നിവേദനത്തിൽ ഹദരത്ത് ഉമർ റളിയല്ലാഹുവിന്റെ വിവരണം ഇപ്രകാരമാണ് വന്നിരിക്കുന്നത്: ഞങ്ങൾ ഒരു ഖസാനി രാജാവിനെ ഭയപ്പെട്ടിരുന്നു. അദ്ദേഹം ഞങ്ങളെ ആക്രമിക്കാൻ ഒരുങ്ങുകയാണെന്ന് ഞങ്ങൾക്ക് വിവരം ലഭിച്ചിരുന്നു. ആ അന്തരീക്ഷത്തിൽ ഞങ്ങളുടെ നെഞ്ചുകൾ ഭയം കൊണ്ട് നിറഞ്ഞിരുന്നു. എന്തായാലും ഇത്തരം സാഹചര്യത്തിലും തിരുസ്വഹാബത്തിന്റെ ഒരുക്കങ്ങളുടെയും സാമ്പത്തിക ത്യാഗങ്ങളുടെയും ഈമാൻ സംവർദ്ധകമായ കാഴ്ചകളും പ്രകടമായി. അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഈ ഭയാശങ്കകളോടൊപ്പം ആ സമയത്ത് മദീന കടുത്ത ക്ഷാമം നേരിടുകയായിരുന്നു. വിളവുകളും പഴങ്ങളും വിളഞ്ഞു പാകമാകാൻ തുടങ്ങിയിരുന്നു. ഈ ക്ഷാമത്തിനിടയിൽ ആളുകൾ തങ്ങളുടെ വിളകൾ ശേഖരിക്കുന്നതിൻ്റെ ചിന്തയിലും ഒരുക്കത്തിലുമായിരുന്നു. അപ്പോഴാണ് ജിഹാദിനെ കുറിച്ച്, യുദ്ധത്തിന് പുറപ്പെടാനുള്ള ആഹ്വാനം വന്നത്. അതിനു പുറമെ കഠിനമായ ചൂടുകാലം, നൂറുകണക്കിന് മൈലുകൾ താണ്ടിയുള്ള യാത്രാ വിഭവങ്ങളുടെ ദൗർലഭ്യം, ഈ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിഹാദിന് പോകാൻ വേണ്ടി പ്രഖ്യാപിച്ചപ്പോൾ ആത്മാർത്ഥതയും വിശ്വസ്തതയും ആൾരൂപങ്ങളായ ഈ വിശ്വസ്ത ഭക്തന്മാർ തങ്ങളുടെ തയ്യാറായ വിളകളും പാകമായ പഴങ്ങളും പാതി വഴി ഉപേക്ഷിച്ച് യാത്രക്കൊരുങ്ങി. ഇത്രയും ദൂരമുള്ള യാത്രക്കുള്ള ഒരുക്കം ആത്മാർത്ഥരും എന്നാൽ ദരിദ്രരുമായ ഈ സഹാബികൾക്ക് ഒരു എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ഈ പ്രയാസകരമായ നിമിഷങ്ങളെക്കുറിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് അവിടുന്ന് സാമ്പത്തിക ത്യാഗത്തിനായി ഒരു പൊതു ആഹ്വാനം നടത്തുകയും ധനികരോട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനും വാഹനങ്ങൾ ഒരുക്കാനും ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: മൻ ജഹസ ജയ്ഷുൽ ഉസ്രത്തി ഫലഹുൽ ജന്ന. കഷ്ടപ്പാടിന്റെ സൈന്യത്തെ, അതായത് തബൂക്ക് യുദ്ധ സൈന്യത്തെ ആരെങ്കിലും സാധന സാമഗ്രികൾ കൊണ്ട് സജ്ജമാക്കിയാൽ അവന് സ്വർഗം ലഭിക്കുന്നതാണ്. ഈ സന്ദർഭത്തിൽ ഏറ്റവും ആദ്യം ധനവുമായി വന്ന വ്യക്തി ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹം തൻ്റെ വീട്ടിലെ മുഴുവൻ സമ്പത്തും കൊണ്ടുവന്നു. അത് 4000 ദിർഹമായിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ആരാഞ്ഞു, വീട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടോ? അപ്പോൾ അദ്ദേഹം ഉണർത്തി, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ഞാൻ അവർക്കായി ബാക്കി വച്ചിരിക്കുന്നു. ഒരു നിവേദനത്തിൽ ഹദ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ അനുഭവം ഇപ്രകാരം വിവരിക്കുന്നു: നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് സദഖ നൽകാൻ കൽപ്പിച്ചു. ആ സമയത്ത് എൻ്റെ കയ്യിൽ സമ്പത്തുണ്ടായിരുന്നു. ഞാൻ ആത്മകഥം ചെയ്തു, എന്നെങ്കിലും അബൂബക്കറിനെ എനിക്ക് മറികടക്കാൻ കഴിയുമെങ്കിൽ ഇന്നത്തെ ദിവസമാണ് അതിന് ഏറ്റവും പറ്റിയത്. അദ്ദേഹം പറയുന്നു, ഞാൻ എൻ്റെ സമ്പത്തിൻ്റെ പകുതിയും കൊണ്ടുവന്നു. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങളുടെ വീട്ടുകാർക്കായി നിങ്ങൾ എന്താണ് ബാക്കി വെച്ചിട്ടുള്ളത്? ഞാൻ ഉണർത്തി, ഞാൻ കൊണ്ടുവന്ന അത്രയും തന്നെ വീട്ടുകാർക്കും ബാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ ഹദ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു തൻ്റെ കൈവശമുള്ളതെല്ലാം കൊണ്ടുവന്നിരുന്നു. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വെച്ച് ചോദിച്ചു, അല്ലയോ അബൂബക്കർ, താങ്കളുടെ വീട്ടുകാർക്കായി താങ്കൾ എന്താണ് അവശേഷിപ്പിച്ചിട്ടുള്ളത്? അദ്ദേഹം ഉണർത്തി, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ഞാൻ അവർക്കായി ബാക്കി വെച്ചു വന്നിരിക്കുന്നു. ഹദ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹു ആണ്, ഒരവസ്ഥയിലും അദ്ദേഹത്തെ മറികടക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്നെനിക്ക് ബോധ്യമായി. ഈ സംഭവം ഹദ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു തൻ്റെ വാക്കുകളിൽ ഇപ്രകാരം വിവരിച്ചിട്ടുണ്ട്. ഒരു യുദ്ധ സന്ദർഭവുമായി ബന്ധപ്പെട്ട് ഹദ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഹദ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു എല്ലായ്പ്പോഴും എന്നെ കവച്ചു വയ്ക്കുമായിരുന്നു, മറികടക്കുമായിരുന്നു. ഇന്ന് ഞാൻ അദ്ദേഹത്തെ മറികടക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. ഇത് കരുതി ഞാൻ വീട്ടിൽ പോയി എൻ്റെ സമ്പത്തിൻ്റെ പകുതിയും എടുത്ത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷം സമർപ്പിക്കാനായി ഹാജരായി. ആ കാലഘട്ടം ഇസ്ലാമിന് കൊടിയ ദുരിതത്തിൻ്റെതായിരുന്നു. എന്നാൽ ഹദ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു തൻ്റെ മുഴുവൻ സമ്പത്തും കൊണ്ടുവന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ സമർപ്പിച്ചു. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അബൂബക്കർ, വീട്ടിൽ എന്താണ് ബാക്കി വെച്ചിട്ടുള്ളത്? അദ്ദേഹം ഉണർത്തി, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും. ഹദ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇത് കേട്ടപ്പോൾ എനിക്ക് വളരെ ലജ്ജ തോന്നി. ഇന്ന് ഞാൻ എൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് അബൂബക്കറിനെ മറികടക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ ഇന്നും അബൂബക്കർ എന്നെ മറികടന്നു എന്ന് ഞാൻ മനസ്സിലാക്കി.
ഹസ്രത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ സാമ്പത്തിക ത്യാഗത്തെക്കുറിച്ച് ഒരു റിപ്പോർട്ടിൽ ഹസ്രത്ത് അബ്ദുറഹ്മാൻ ബിൻ ഖബാബ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നത് ഇപ്രകാരമാണ്: ഞാൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഹാജരായിരുന്നു. അവിടുന്ന് ഉസ്രയുടെ കഷ്ടപ്പാടിന്റെ സൈന്യത്തെക്കുറിച്ച് ആഹ്വാനം ചെയ്യുകയായിരുന്നു. അപ്പോൾ ഹസ്രത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് ഉണർത്തി, അള്ളാഹുവിന്റെ ദൂതരെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ 100 ഒട്ടകങ്ങൾ അവയുടെ പല്ലക്കുകളും ജീനിപ്പലകകളും അടക്കം എന്റെ വക. വീണ്ടും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തെക്കുറിച്ച് ആഹ്വാനം ചെയ്തു. അപ്പോൾ ഹസ്രത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു രണ്ടാമതും എഴുന്നേറ്റ് നിന്ന് ഉണർത്തി, യാ റസൂലല്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ 200 ഒട്ടകങ്ങൾ അവയുടെ പല്ലക്കുകളും ജീനിപ്പലകളും അടക്കം സർവസജ്ജമായി എന്റെ വക. അത് കേട്ടതിനു ശേഷം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തെക്കുറിച്ച് വീണ്ടും ആഹ്വാനം ചെയ്തു. അപ്പോൾ ഹസ്രത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് വീണ്ടും ഉണർത്തി, യാ റസൂലല്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ 300 ഒട്ടകങ്ങൾ അവയുടെ പല്ലക്കുകളും ജീനിപ്പലകളും അടക്കം സർവസജ്ജമായി എന്റെ വക. ഞാൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് പ്രസംഗ പീഠത്തിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു. അവിടുന്ന് ഇപ്രകാരം പറയുന്നുണ്ടായിരുന്നു: മാ അല ഉസ്മാന മാ ആമില ബാദ ഹാസി, മാ അല ഉസ്മാന മാ ആമില ബാദ ഹാസി. ഇതിനുശേഷം എന്ത് പ്രവർത്തിച്ചാലും അതിന്റെ പേരിൽ അദ്ദേഹത്തിന്മേൽ, ഉസ്മാനുമേൽ യാതൊരു പിടുത്തവുമില്ല, ശിക്ഷയുമില്ല. ഇതിനുശേഷം ഉസ്മാൻ എന്ത് പ്രവർത്തിച്ചാലും അതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ മേൽ യാതൊരു പിടുത്തവുമില്ല. മറ്റൊരു നിവേദനത്തിൽ ഹസ്രത്ത് അബ്ദുറഹ്മാൻ ബിൻ സംറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഹസ്രത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജയ്ഷുൽ ഉസ്രത്തിനെ, തബൂക്ക് സൈന്യത്തെ ഒരുക്കുന്ന വേളയിൽ 1000 ദീനാർ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ സമർപ്പിച്ചു. അദ്ദേഹം ജയ്ഷുൽ ഉസ്രത്തിനെ സജ്ജമാക്കുകയും ആ സംഖ്യ അവിടുത്തെ മടിയിൽ വെച്ച് കൊടുക്കുകയും ചെയ്തപ്പോൾ ഹസ്രത്ത് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദീനാറുകൾ തന്റെ മടിയിൽ വെച്ച് തിരിക്കുകയും മറിക്കുകയും ചെയ്തുകൊണ്ട് ഇപ്രകാരം പറയുന്നതായി ഞാൻ കണ്ടു: മാ ദർറ ഉസ്മാനു മാ അമില ബാദൽ യൗം. ഇന്നത്തെ ദിവസത്തിന് ശേഷം ഹസ്രത്ത് ഉസ്മാൻ എന്തു പ്രവർത്തിച്ചാലും അതൊന്നും അദ്ദേഹത്തിന് ദോഷം വരുത്തുകയില്ല. അവിടുന്ന് ഇത് 2 തവണ ആവർത്തിച്ചു. ഒരു നിവേദനം അനുസരിച്ച് ഹസ്രത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഈ സന്ദർഭത്തിൽ 10,000 ദീനാർ സംഭാവന നൽകിയപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനായി ഇപ്രകാരം ദുആ ചെയ്തു: ഗഫറല്ലാഹു ലക യാ ഉസ്മാൻ മാ അസ്റർത വമാ അലൻത വമാ ഹുവ ഖായിമുൻ ഇലാ യൗമിൽ ഖിയാമ മാ യുബാലി മാ അമില ബാദിഹ. അല്ലയോ ഉസ്മാൻ, അള്ളാഹു താങ്കൾ രഹസ്യമായി ചെയ്ത കാര്യങ്ങളിലും പരസ്യമായി ചെയ്ത കാര്യങ്ങളിലും ഖിയാമത്ത് നാൾ വരെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളിലും താങ്കൾക്ക് പാപമോചനം നൽകട്ടെ. ഇതിനുശേഷം എന്തു ചെയ്താലും അദ്ദേഹം വിവലാതിപ്പെടേണ്ടതില്ല. ഒരു നിവേദനമനുസരിച്ച് അദ്ദേഹം ഈ യുദ്ധത്തിൽ ഒരുക്കങ്ങൾക്കായി 1000 ഒട്ടകങ്ങളെയും 70 കുതിരകളെയും സമർപ്പിച്ചു എന്ന് വന്നിരിക്കുന്നു. മറ്റൊരു നിവേദനത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സന്ദർഭത്തിൽ ഹസ്രത്ത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാര്യത്തിൽ ഇങ്ങനെ ദുആ ചെയ്തു: അല്ലാഹുമ്മ അർസി അൻ ഉസ്മാന ഫഇന്നി അൻഹു റാസിൻ. അള്ളാഹു നീ ഉസ്മാനോട് തൃപ്തിപ്പെടണമേ, കാരണം ഞാനും അദ്ദേഹത്തോട് തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇബ്നു ഇസാഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, തബൂക്ക് യുദ്ധ സന്ദർഭത്തിൽ ഹസ്രത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെലവഴിച്ചത്ര തുക മറ്റൊരു സഹാബിക്കും ചെലവഴിക്കാൻ സാധിച്ചില്ല. ഹസ്രത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു വ്യാപാര സംഘം സിറിയയിൽ നിന്ന് ധാരാളമായി ലാഭവുമായി തിരിച്ചെത്തി. അപ്പോൾ അദ്ദേഹം സൈന്യത്തിന്റെ മൊത്തം ചെലവിന്റെ 1/3 താൻ വഹിക്കാമെന്നും ഏറ്റു. 1/3 സൈന്യത്തിന്റെ ചെലവ് അദ്ദേഹം വഹിക്കാമെന്ന് സമ്മതിച്ചു. 10,000-ലധികം സൈനികർക്കുള്ള സാമഗ്രികൾ അദ്ദേഹം ഒരുക്കി. ഓരോ സൈനികനും വേണ്ടി ഒരു ചെരുപ്പ് വാറ് പോലും അദ്ദേഹത്തിന്റെ പണത്തിൽ നിന്ന് ചെലവഴിക്കപ്പെട്ടു എന്ന് അദ്ദേഹം ഉറപ്പുവരുത്തി. അതായത് അവരുടെ ഏറ്റവും നിസ്സാരമായ വസ്തുവിന് പോലും അദ്ദേഹം സ്വയം ചെലവ് വഹിച്ചു. ഇതിനായി ഒട്ടകങ്ങൾക്കും കുതിരകൾക്കും പുറമെ 10,000 ദീനാർ അദ്ദേഹം ചെലവഴിച്ചു. കൂടാതെ 1000 ഒട്ടകങ്ങളും 100 കുതിരകളും മറ്റു സാമഗ്രികളോടൊപ്പം 1000 ദീനാറും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ സമർപ്പിച്ചു. ഈ 1000 ദീനാർ 10,000 സൈനികരെ ഒരുക്കുന്നതിന് ചെലവഴിച്ച 10,000 ദീനാറിന് പുറമെ ആയിരുന്നു. ഈ സന്ദർഭത്തിൽ ഹസ്രത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു 100 ഔക്കിയ വെള്ളി സമർപ്പിച്ചു. ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് 200 ഓക്കിയ വെള്ളി സമർപ്പിച്ചു. ഈ ഓക്കിയ എന്നത് ഒരളവാണ്. ഏകദേശം 10.5 തോലയ്ക്ക്, അതായത് 105 ഗ്രാമിന് തുല്യമാണ്. അതായത് 1009 തോല മുതൽ 2100 തോല വരെ വെള്ളി, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തെ കണക്കനുസരിച്ച് 1.25 കിലോ മുതൽ 2.5 കിലോഗ്രാം വരെ വെള്ളി.
തുടർന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസ്മാൻ ബിൻ അഫ്ഫാനും അബ്ദുറഹ്മാൻ ബിൻ ഔഫും ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ഖജനാവുകളിൽ പെട്ട ഖജനാവാണ്. അവർ അള്ളാഹുവിൻ്റെ തൃപ്തിക്കായി ചെലവഴിക്കുന്നു. ഇരുവരും ധാരാളം സമ്പത്ത് നൽകി. ഒരു നിവേദനത്തിൽ ഹദരത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു 400 ഓക്കിയ സ്വർണം സമർപ്പിച്ചു എന്നും, അതായത് 4200 തോല സ്വർണം സമർപ്പിച്ചു എന്നും പറയുന്നു. ചിലർ 900 ഒട്ടകങ്ങൾ സമർപ്പിച്ചതായും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ധാരാളം ത്യാഗങ്ങളെക്കുറിച്ചുള്ള വിവരണമാണിത്. ഒരു നിവേദനം അനുസരിച്ച് ഹദരത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ ഹാജരായി ഉണർത്തി, എൻ്റെ കൈവശം 8000 ദിർഹമുണ്ട്. 4000 ദിർഹം ഞാൻ വീട്ടുകാർക്കായി വെച്ചിട്ടുണ്ട്. 4000 തിരുമേനിയുടെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ബറക്കത്തിന്റെ ഐശ്വര്യത്തിന്റെ ദുആ ചെയ്തുകൊണ്ട് പറഞ്ഞു, ബാറക്കല്ലാഹു ഫീമാ അംസക്ത വഫീമാ ആതേത. നീ വീട്ടുകാർക്കായി ബാക്കി വെച്ചതിലും ദൈവമാർഗത്തിൽ നൽകിയതിലും അള്ളാഹു ബർക്കത്ത് ചൊരിയുമാറാകട്ടെ. ഹദരത്ത് ആസിം ബിൻ അദി റളിയല്ലാഹു അൻഹു 70 വസ്ക് ഈത്തപ്പഴം സമർപ്പിച്ചു. ഒരു വസ്ക് 60 സാ ആണ്. ഒരു സാ ഏകദേശം 3 സേറിന് തുല്യമാണ്. അതായത് മൊത്തം ഏകദേശം 12600 കിലോഗ്രാം ഈത്തപ്പഴം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ധനം കൊണ്ടുവന്നവരിൽ ഹദരത്ത് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, ഹദരത്ത് ത്വൽഹ ബിൻ ഉബൈദുല്ലാ റളിയല്ലാഹു അൻഹു, ഹദരത്ത് സാദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു, ഹദരത്ത് മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹു എന്നിവരുടെ പേരുകളും കാണാം. ഹദരത്ത് മസീമൂദ് അലൈഹി ഇസ്ലാം പറയുന്നു, അന്നൊക്കെ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ആളുകൾ തങ്ങളുടെ ജീവനുകൾ ആടുമാടുകളെ പോലെ ബലിയർപ്പിച്ചിരുന്നു. സ്വത്തുക്കളുടെ കാര്യം പറയേണ്ടതില്ല. ഹദരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നിലധികം തവണ തൻ്റെ മുഴുവൻ സ്വത്തുക്കളും സമർപ്പിച്ചു. ഒരു സൂചി പോലും വീട്ടിൽ ബാക്കി വെച്ചില്ല. അതുപോലെ ഹദരത്ത് ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ കഴിവിനും വിശാല മനസ്കതയ്ക്കും അനുസരിച്ചും, ഉസ്മാൻ റളിയല്ലാഹു അൻഹു തൻ്റെ ശക്തിക്കും ശേഷിക്കും അനുസരിച്ചും, അതുപോലെ അവരവരുടെ പദവികൾക്കനുസരിച്ച എല്ലാ സഹാബികളും തങ്ങളുടെ ജീവനുകളോടും സ്വത്തുകളോടും കൂടി അള്ളാഹുവിൻ്റെ ഈ ദീനിന് വേണ്ടി ബലിയർപ്പിക്കാൻ തയ്യാറായി. തുടർന്ന് ആ മഹാത്മാവ് പറഞ്ഞു, അള്ളാഹു താല പറയുന്നു, ലൻ തനാലുൽ ബിർറ ഹത്താ തൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവയിൽ നിന്ന് ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം, നന്മ നേടാനാവില്ല. നന്മ നേടാൻ വേണ്ടിയാണ് സഹാബികൾ ചെലവഴിച്ചത്. ഹദരത്ത് മുസ്ലിം റളിയല്ലാഹു പറയുന്നു, സഹാബികൾ ചിലപ്പോൾ തങ്ങളുടെ വീട്ടിലെ സാധന സാമഗ്രികൾ വിറ്റ് യുദ്ധച്ചെലവുകൾ പൂർത്തിയാക്കി. ചിലപ്പോൾ അവർ തങ്ങളുടെ സ്വത്തുക്കൾ വിറ്റ് മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കുകയും യുദ്ധത്തിന് പോകുന്നവർക്ക് എല്ലാ ആവശ്യങ്ങളും ഒരുക്കി നൽകുകയും ചെയ്തു എന്നും കാണാം. അങ്ങനെ ഒരിക്കൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു വന്നുകൊണ്ട് പറഞ്ഞു, നമ്മുടെ സൈന്യം ഒരു യാത്രയ്ക്ക് പോകാൻ പോകുന്നു. പക്ഷെ സത്യവിശ്വാസികളുടെ കൈവശം ഒന്നുമില്ല. നിങ്ങളിൽ ആരെങ്കിലും പ്രതിഫലം കാക്ഷിക്കുന്നവരുണ്ടോ? ഇത് കേട്ടയുടനെ ഹദരത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് തൻ്റെ സമ്പാദ്യം എടുത്ത് ആ തുക മുസ്ലിങ്ങളുടെ ചെലവുകൾക്കായി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ സമർപ്പിച്ചു. ഇത് കണ്ടപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസ്മാൻ സ്വർഗം വിലക്ക് വാങ്ങിയിരിക്കുന്നു. ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് മൂന്നാമൻ റളിയല്ലാഹു അൻഹു സാമ്പത്തിക ത്യാഗങ്ങളെക്കുറിച്ച് തൻ്റെ ഒരു ഖുതുബയിൽ ഈ സംഭവം ഇപ്രകാരം വിവരിച്ചു. ഒരു സന്ദർഭത്തിൽ യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾക്കായി ധാരാളം സമ്പത്ത് ആവശ്യമായി വന്നു. ആ ദിവസങ്ങളിൽ സാമ്പത്തിക ഞെരുക്കവും ഉണ്ടായിരുന്നു. ലോകം അങ്ങനെയാണല്ലോ. ചിലപ്പോൾ സമൃദ്ധിയുടെ ദിവസങ്ങൾ വരും, ചിലപ്പോൾ ഞെരുക്കത്തിൻ്റെ ദിവസങ്ങളും ഉണ്ടാകും. ആ സന്ദർഭത്തിലും ഞെരുക്കത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. എന്നാൽ യുദ്ധത്തിൻ്റെ ആവശ്യം നിലനിന്നിരുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുസഹാബാക്കളുടെ മുന്നിൽ ന്യായമായ ആവശ്യം വയ്ക്കുകയും സാമ്പത്തിക ത്യാഗം ചെയ്യാൻ അവരെ ഉത്ബോധിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ഹദരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ മുഴുവൻ സമ്പത്തുമായി വന്നു. ഹദരത്ത് ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ പകുതി സമ്പത്തുമായി വന്നു. ഹദരത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണർത്തി, എന്നെ 10,000 സഹാബികളുടെ മുഴുവൻ ചെലവും വഹിക്കാൻ അനുവദിച്ചാലും. അതിനു പുറമെ 1000 ഒട്ടകങ്ങളും 70 കുതിരകളും നൽകി. അതുപോലെ ആത്മാർത്ഥതയുള്ള സഹാബികളും എല്ലാവരും തങ്ങളുടെ കഴിവിനും ശേഷിക്കുമനുസരിച്ച് സാമ്പത്തിക ത്യാഗങ്ങൾ സമർപ്പിച്ചു. അതിന് അല്ലാഹു തആല ഏറ്റവും നല്ല പ്രതിഫലങ്ങളും അവർക്ക് നൽകി. അതിൻ്റെ നല്ല ഫലങ്ങളും ഉളവായി. അല്ലാഹു തആലയുടെ വലിയ അനുഗ്രഹമാണ്. സാമ്പത്തിക ത്യാഗങ്ങളുടെ പ്രാധാന്യം അഹമ്മദിയ ജമാഅത്തിലെ അംഗങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ പല സംഭവങ്ങളും വിവരിക്കാറുണ്ട്. ചിലർ യഥാർത്ഥത്തിൽ തങ്ങളുടെ കൈവശമുള്ളതെല്ലാം തന്നെ ബലിയർപ്പിക്കാറുണ്ട്. ധനികരായ ആളുകളും കഴിവുള്ളവരും ഹദരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഹദരത്ത് ഉമർ റളിയല്ലാഹു അൻഹു,
ഹസരത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്നിവരുടെ മാതൃകകൾ മുന്നിൽ വയ്ക്കുകയും തങ്ങളുടെ ത്യാഗങ്ങളുടെ നിലവാരം ഉയർത്തുകയും വേണം. ദരിദ്രരും ഇടത്തരക്കാരും മറ്റ് ത്യാഗങ്ങൾ ചെയ്യുന്നുണ്ട്. അള്ളാഹു താലയുടെ അനുഗ്രഹത്താൽ ഉയർന്ന നിലവാരത്തിലുള്ള ത്യാഗം ചെയ്യുന്ന ധാരാളം ധനികരുമുണ്ട്. ദുർബലരായവരും ദുർബലരായവരും ദീനിന്റെ പ്രചാരണത്തിനായി മുന്നോട്ട് വരണം. ഈ കാലഘട്ടത്തിൽ അവർക്കും ത്യാഗം ചെയ്യാനുള്ള അവസരമുണ്ട്. സ്വഹാബികൾക്ക് സാധ്യമായ പരിധിവരെ എന്തെങ്കിലും സമർപ്പിക്കുകയും ദരിദ്രരും നിസ്സഹായരുമായ സൈനികർക്കായി വാഹനങ്ങളും വാളുകളും മറ്റു യുദ്ധോപകരണങ്ങളും ഒരുക്കുകയും ചെയ്തു. ചില ദരിദ്രരായ സ്വഹാബികളോ സ്വഹാബി വനിതകളോ ഒന്നോ രണ്ടോ മുദ് ധാന്യം സമർപ്പിക്കുമ്പോൾ തങ്ങൾക്ക് കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ അതും സമർപ്പിക്കാമായിരുന്നു എന്നോർത്ത് അവരുടെ ഹൃദയം വിവശമായിരുന്നു. എന്നാൽ മുനാഫിക്കുകൾ അവരെ പരിഹസിച്ചുകൊണ്ട് ഒരു പിടി ധാന്യം കൊണ്ട് ഇവർ കൈസറിനെ തോൽപ്പിക്കുമോ എന്ന് പറയുമായിരുന്നു. മുദ് എന്നത് ഒരു ചെറിയ അളവാണ്. ഒരു കൈ നിറയെ, അതായത് ഒരു പിടി എടുക്കുന്നതിന് തുല്യം. മുനാഫികളുടെ ഈ പരിഹാസത്തെ കുറിച്ച് അള്ളാഹു പറയുന്നു, അല്ലസീന യൽമിസൂനൽ മുതവ്വിഈന മിനൽ മുഅ്മിനീന ഫി സദഖാത്തി വല്ലസീന ലാ യജിദൂന ലാ ഇല്ലാ ജുഹ്ദുഹും ഫയസ്ഖറൂന മിൻഹും സഖറല്ലാഹു മിൻഹും വലഹും അദാബുൻ അലീം. സത്യവിശ്വാസികളിൽ നിന്ന് സ്വമേധയാ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരെയും തങ്ങളുടെ പ്രയത്നമില്ലാതെ മറ്റൊന്നും കണ്ടെത്താൻ കഴിവില്ലാത്തവരെയും ആക്ഷേപിക്കുന്നവരാണ് അവർ. അവർ അവരെ പരിഹസിക്കുന്നു. അള്ളാഹു അവരുടെ പരിഹാസത്തിന് മറുപടി നൽകുന്നതാണ്. അവർക്ക് വേദനയേറെ ശിക്ഷയുണ്ട്. അധ്വാനിച്ച് സാമ്പത്തിക ത്യാഗം ചെയ്തവരിൽ ഹസരത്ത് അബു അഖീലും റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അദ്ദേഹം രാത്രി മുഴുവൻ കിണറ്റിൽ നിന്നും വെള്ളം കോരി 2 സാവ് ഈത്തപ്പഴം സമ്പാദിച്ചു. ഒരു സാവ് ഏകദേശം 2.5 കിലോയോളം വരും. അതായത് മൊത്തം 5 കിലോ ഈത്തപ്പഴം സമ്പാദിച്ചു. അതിൽ നിന്ന് ഒരു സാവ് വീട്ടുകാർക്കായി വെച്ച ശേഷം ഒരു സാവ് ഈത്തപ്പഴവുമായി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഹാജരായി. അവർ തങ്ങളാവുന്ന ത്യാഗം സമർപ്പിക്കേണ്ടേ. അത് മുസ്ലിം റളിയല്ലാഹു ഒരിടത്ത് വിവരിക്കുന്നു, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചന്ത നൽകാൻ ആഹ്വാനം ചെയ്തു. അപ്പോൾ ഒരു സഹാബി പോയി കൂലിപ്പണി ചെയ്തു. ഒരുപക്ഷെ ആരുടെയെങ്കിലും കിണറ്റിൽ നിന്ന് വെള്ളം കോരി വന്നിരിക്കാം. അതിനു പകരമായി 1/2 സേർ, 1/4 കിലോ അല്ലെങ്കിൽ 3/4 സേർ ധാന്യം അദ്ദേഹത്തിന് ലഭിച്ചു കാണും. അതുകൊണ്ടുവന്ന് അദ്ദേഹം ചന്തയിൽ കൊടുത്തു. ആ സമയത്ത് ആയിരക്കണക്കിന് രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു. മുനാഫിക്കുകൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാണ് യുദ്ധത്തിനുള്ള ഒരുക്കം നടക്കുന്നത്. ഇത് തബൂക്ക് യുദ്ധത്തിന്റെ സംഭവമാണ്. റോമക്കാരെയാണ് അന്ന് നേരിടേണ്ടിയിരുന്നത്. അന്ന് റോമൻ ഭരണകൂടം ഇന്നത്തെ ഇംഗ്ലീഷ് ഭരണകൂടം പോലെ പ്രബലമായിരുന്നു. ഹദരത്ത് മുസ്ലിം റളിയല്ലാഹു ഇത് പറഞ്ഞ കാലത്ത് ഇംഗ്ലീഷുകാരുടെ ഭരണമായിരുന്നു ലോകത്ത്. അത്രയും വലിയ ഭരണകൂടവുമായിട്ടുള്ള യുദ്ധത്തിനായിരുന്നു ഈ സഹാബി ഏതാനും പിടി യവം അഥവാ ബാർലി കൊണ്ടുവന്ന് നൽകിയത്. മുനാഫിക്കുകൾ ഇതിനെ പരിഹസിച്ചു. എന്നാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതറിഞ്ഞപ്പോൾ പറഞ്ഞു, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഈ യവത്തിന് എന്ത് വിലയാണുള്ളതെന്ന് അവർക്ക് എന്തറിയാം. ഈ യവമായിരുന്നു മുസ്ലിങ്ങൾക്ക് വിജയം നേടിക്കൊടുത്തത്. റോമക്കാരെ മാത്രമല്ല, റോമൻ ഭരണത്തിന് തുല്യമായിരുന്ന പേർഷ്യൻ ഭരണത്തെയും മുസ്ലിങ്ങൾ പരാജയപ്പെടുത്തി. ഒരു സ്വഹാബിയുടെ വിചിത്രകരമായ ഒരു സംഭവം വിവരിക്കപ്പെടുന്നുണ്ട്. ഈ യുദ്ധത്തിന്റെ ഒരുക്കങ്ങൾക്കായി ആത്മാർത്ഥതയുള്ള സഹാബികൾ ഏതെങ്കിലും വിധേന യാത്രയുടെ ഒരുക്കങ്ങളിലും സാമ്പത്തിക ത്യാഗത്തിനുള്ള ഈ ആഹ്വാനത്തിലും പങ്കുചേരാൻ സ്വന്തം നിലക്ക് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ധനികരായവർ തങ്ങളുടെ സമ്പത്തും ഐശ്വര്യവും സമർപ്പിച്ചു. ദരിദ്രരും നിരാലംബരുമായ സ്വഹാബികൾ കൂലിപ്പണി ചെയ്ത് കിട്ടുന്ന ചെറിയ കൂലി പോലും സമർപ്പിച്ചു. ഈ സാഹചര്യത്തിൽ ഹസ്രത്ത് ഉർവ ബിൻ സെയ്ദിന്റെ റളിയല്ലാഹു അൻഹു ഒരു വിവരണം കാണാം. അദ്ദേഹം അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിനായി മറ്റെല്ലാവരിൽ നിന്നും വ്യത്യസ്തവും ആത്മാർത്ഥതയുമുള്ളതായ ഒരു നിഷ്കളങ്കമായ രീതി അവലംബിച്ചു. അദ്ദേഹം പരമദരിദ്രനും ആ ആത്മാർത്ഥതയുള്ള ആളുമായിരുന്നു. സമർപ്പിക്കാൻ കൈവശം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ജിഹാദിൽ പങ്കെടുക്കാൻ ശക്തിയുമുണ്ടായിരുന്നില്ല.
എന്നാൽ അദ്ദേഹം ഒരു രാത്രി നമസ്കാരത്തിന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. അള്ളാഹുവെ, നീ ജിഹാദ് ചെയ്യാൻ കൽപ്പിച്ചിരുന്നു, അതിന് പ്രോത്സാഹനം നൽകിയിരിക്കുന്നു. എന്നാൽ എൻ്റെ കൈവശം ഒന്നുമില്ല. ഞാൻ പോയി യുദ്ധം ചെയ്യാനായി നിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് എനിക്ക് നൽകാൻ മാത്രം സാധന സാമഗ്രികളുമില്ല. നിന്റെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സാമ്പത്തിക ത്യാഗത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു, എന്നാൽ എനിക്ക് അതിൽ പങ്കുചേരാനും സാധിക്കുന്നില്ല. എങ്കിലും എൻ്റെ ജീവനും സ്വത്തിനും അഭിമാനത്തിനും മേലുണ്ടാകുന്ന എല്ലാ ആക്രമണങ്ങളും അതിക്രമങ്ങളും ഞാൻ മാപ്പ് നൽകുകയും അത് മുസ്ലിങ്ങൾക്ക് സദഖയായി ദാനധർമ്മമായി നൽകുകയും ചെയ്യുന്നു. നേരം പുലർന്നപ്പോൾ അദ്ദേഹം മറ്റ് സ്വഹാബികളോടൊപ്പം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഹാജരായി. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇന്നലെ രാത്രി തന്റെ അഭിമാനം സദഖ ചെയ്ത ആൾ എവിടെ? ആരും എഴുന്നേറ്റില്ല. അവിടുന്ന് വീണ്ടും ചോദിച്ചു, എന്നിട്ടും ആരും എഴുന്നേറ്റില്ല. ഒടുവിൽ ഹസ്രത്ത് ഉർവ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് എല്ലാ കാര്യങ്ങളും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബോധിപ്പിച്ചു. അവിടുന്ന് പറഞ്ഞു, അബ്ശിർ ഹുവല്ലസി നഫ്സി ബിയദിഹി ലഖദ് കുതിബ്ത ഫി സക്കാത്തിൽ മുതഖബ്ബില. സന്തോഷിച്ചുകൊള്ളുക, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ കൊണ്ട് സത്യം, സദഖ സ്വീകരിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ താങ്കളും ഉൾപ്പെട്ടിരിക്കുന്നു. എത്ര മനോഹരവും അദ്വിതീയവുമായ ആത്മാർത്ഥതയുടെയും ത്യാഗത്തിൻ്റെയും വികാരമാണിത്. ഹൃദയങ്ങൾ അറിയുന്ന അള്ളാഹു താല, ഈ അവസ്ഥകളെല്ലാം അറിയുന്നവൻ, അദ്ദേഹത്തിൻ്റെ ഈ വികാരം സ്വീകരിക്കുകയും അതിൻ്റെ വിവരം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ സ്ത്രീകളും ഒട്ടും പിന്നിലായിരുന്നില്ല. അവർ ഈ യുദ്ധത്തിൽ ഒരുക്കങ്ങൾക്കായി തങ്ങളുടെ ആഭരണങ്ങൾ സമർപ്പിച്ചു. ഹദരത്ത് ഉമ്മു സിനാൻ അസ്ലമിയ റളിയല്ലാഹു അൻഹ പറയുന്നു, ഹദരത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വിരിച്ച ഒരു തുണിയിൽ സുഗന്ധദ്രവ്യങ്ങൾ, തളകൾ, വളകൾ, കമ്മലുകൾ, മോതിരങ്ങൾ, പാദസരങ്ങൾ എന്നിവ ഉണ്ടായിരുന്നു. ഇവയെല്ലാം മുസ്ലിങ്ങളുടെ ജിഹാദിന്റെ ഒരുക്കങ്ങൾക്കായി സ്ത്രീകൾ സംഭാവന ചെയ്തതായിരുന്നു. എന്തായാലും ഒരു വശത്ത് ആത്മാർത്ഥതയുള്ളവരുടെയും സത്യവിശ്വാസികളുടെയും അവസ്ഥ ഇതായിരുന്നെങ്കിൽ, മറുവശത്ത് മുനാഫിക്കുകളും തങ്ങളുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ചു. ഒരു ഭാഗത്ത് മുനാഫിക്കുകളുടെ ഭാഗത്തു നിന്നുള്ള അവസാനത്തെ കുതന്ത്രവും ഗൂഢാലോചനയുമായിരുന്നു ഇത്. മുനാഫിക്കുകൾക്ക് തങ്ങളുടെ വിജയത്തിൽ പൂർണ്ണ വിശ്വാസവും ഉണ്ടായിരുന്നു. മുസ്ലിങ്ങൾ ഷാമിലേക്കുള്ള ഈ ദീർഘയാത്രക്ക് പുറപ്പെടുക തന്നെ ചെയ്യുമെന്നും നഊദുബില്ലാഹ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ തിരിച്ചെത്തില്ലെന്നും ഉള്ള ഒരു സാത്താനികമായ വിശ്വാസത്തിൽ അവർ ഉറച്ചു നിന്നു. അതിനാൽ അവരുടെ മുഴുവൻ ശ്രമവും മുസ്ലിങ്ങൾ കഴിയുന്നത്ര കുറഞ്ഞ എണ്ണത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അംഗപ്പുറപ്പാട് നടത്തണമെന്നായിരുന്നു. അവരുടെ ചിന്തയനുസരിച്ച് സൈന്യത്തിൽ മുസ്ലിങ്ങളുടെ എണ്ണം എത്ര കുറയുന്നോ അത്രയും ചെറിയ സൈന്യമായിരിക്കും. ആ സൈന്യത്തിന്റെ പരാജയവും നാശവും ഉറപ്പുമായിരിക്കും. അതുകൊണ്ട് നിലവിലുള്ള സാഹചര്യങ്ങളുടെ ഞെരുക്കങ്ങളുടെയും യാത്രയുടെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അവർ പെരുപ്പിച്ചു കാട്ടാൻ തുടങ്ങി. അവർ മുസ്ലിങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു. വിവിധ ഒഴികഴിവുകൾ പറഞ്ഞ് യുദ്ധത്തിൽ ചേരാതിരിക്കാൻ അവരെ പ്രേരിപ്പിച്ചു. കഠിനമായ ചൂടാണ്, യാത്ര വളരെ ദൂരമുള്ളതാണ്, യാത്രാ സൗകര്യങ്ങൾ നന്നേ പരിമിതമാണ് എന്നൊക്കെ അവർ പറഞ്ഞു. മദീനയിലെ ജനസംഖ്യയുടെ ഭൂരിഭാഗവും കൃഷിക്കാരായിരുന്നു. അവരുടെ വിളവുകൾ കൊയ്ത്തിന് തയ്യാറായി നിൽക്കുകയായിരുന്നു. ഈ വിളവുകൾ ക്ഷാമകാലത്താണ് തയ്യാറായി കൊണ്ടിരുന്നതും. പിന്നെ അവർ മദീനയിൽ പലയിടത്തും മുസ്ലിങ്ങളോട് സംസാരിച്ചു. ഇപ്പോൾ നിങ്ങൾ നേരിടാൻ പോകുന്ന സൈന്യം എത്ര ശക്തരും യുദ്ധക്കൊതിയരുമാണെന്ന് നിങ്ങൾക്കറിയില്ല. അവരുമായി യുദ്ധം ചെയ്യുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഞങ്ങൾ നിങ്ങളെല്ലാം കാണുന്നത് ഒന്നുകിൽ കൊല്ലപ്പെട്ടവരായിട്ടോ അല്ലെങ്കിൽ അവരുടെ എല്ലാം തടവുകാരോ ആയിട്ടാണ്. മുനാഫികൾ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. മുനാഫികളുടെ ഈ പ്രോപ്പഗണ്ട ഉയർന്ന നിലവാരത്തിലുള്ള ആത്മാർത്ഥതയുള്ള സത്യവിശ്വാസികളിൽ യാതൊരു സ്വാധീനവും പ്രഭാവം ചെലുത്തിയില്ലെങ്കിലും ചില ദുർബല വിശ്വാസികളായവരുടെ ഹൃദയങ്ങൾ ഭയചകിതമാകുകയും അവർ യുദ്ധത്തിന് പോകാതിരിക്കാൻ വിവിധ ഒഴികഴിവുകൾ നിരത്താൻ തുടങ്ങുകയും ചെയ്തു. എന്നിരുന്നാലും ഇത്തരം ഒഴികഴിവുകൾ പറഞ്ഞവരിൽ അധികവും മുനാഫികൾ തന്നെയായിരുന്നു. മുനാഫികളുടെ ഈ പ്രോപ്പഗണ്ടയെയും ഒഴികഴിവുകൾ പറഞ്ഞ് പിന്നോട്ട് നീങ്ങിയതിൻ്റെയും കുറിച്ച് ഖുറാനിൽ ഇപ്രകാരം വന്നിരിക്കുന്നു: ഫരിഹൽ മുഖല്ലഫൂന ബി മഖാദിഹിം ഖിലാഫ റസൂലുള്ളാഹി വകരിഹു അൻ യുജാഹിദു ബി അംവാലിഹിം വ അൻഫുസിഹിം ഫീ സബീലില്ലാഹി വഖാലു ലാ തൻഫിറു ഫിൽ ഹർരി
കുൽ നാർ ജഹന്നം അക്സറു ഹർറൻ ലൗ കാനു യഫ്കഹൂൻ ഫൽയലുഹഖു ഖലീലൻ വൽയബ്ഖു കസീറൻ ജസാം ബിമാ കാനു യക്സിബൂൻ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനയെ ലംഘിച്ച് സ്വസ്ഥാനങ്ങളിൽ തന്നെ ഇരുന്നതിൽ ജിഹാദിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട കപടവിശ്വാസികൾ സന്തോഷിച്ചു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തങ്ങളുടെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ജിഹാദ് ചെയ്യുന്നത് അവർ മോശമായി കരുതി. അവർ പറഞ്ഞു, കഠിനമായ ചൂടിൽ നിങ്ങൾ യുദ്ധത്തിന് ഒരുമിച്ചു കൂടി പുറപ്പെടേണ്ടതില്ല. അവരോട് പറയുക, നരകത്തിലെ തീ ഇതിലും കഠിനമാണ്. അവർ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്ന്. അതിനാൽ അവർ തങ്ങളുടെ ഈ വഞ്ചനയുടെ പേരിൽ അല്പം ചിരിച്ചു കൊള്ളട്ടെ. എന്നാൽ അവരുടെ പ്രവൃത്തികൾക്ക് പ്രതിഫലമായി അവർ ധാരാളം കരയേണ്ടി വരും. നിവേദനങ്ങളനുസരിച്ച് ഈ ആളുകൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഹാജരായി യുദ്ധത്തിന് പോകാതിരിക്കാൻ എന്തെങ്കിലും ഒഴികഴിവുകൾ പറഞ്ഞ് അതിനുള്ള അനുവാദം ചോദിച്ചു. അവിടുന്ന് അവർക്ക് അനുമതിയും നൽകി. 80-ലധികം പേർ വിവിധ തന്ത്രങ്ങളും ഒഴികഴിവുകളും മെനഞ്ഞ് ജിഹാദിന് പോകാതിരിക്കാൻ അനുമതി തേടുകയുണ്ടായി. ഇവർ അബ്ദുള്ള ബിൻ ഉബൈ തുടങ്ങിയവരുടെ കൂടെ ഉണ്ടായിരുന്ന മുനാഫിക്കുകൾക്ക് പുറമെയായിരുന്നു. മുനാഫികളുടെ ഈ ഒഴികഴിവുകളുടെ എല്ലാം മറ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നീക്കിക്കൊണ്ട് ഇപ്രകാരം സ്പഷ്ടമാക്കുന്നു: അവരുടെ പിന്നാക്കം നിൽക്കൽ അവരുടെ ഈമാന്റെ ബലഹീനത കാരണമായിരുന്നു. അവരുടെ ഒഴികഴിവുകൾ വ്യാജമായിരുന്നു. ഖുർആനിൽ അവരെക്കുറിച്ചുള്ള ആയത്തുകൾ അവതരിച്ചപ്പോൾ ഭാവിയിലേക്ക് എല്ലാവർക്കും ഒരു താക്കീത് എന്നോണം ഇമാമിന്റെ ഭാഗത്തു നിന്ന് ഒരു ആഹ്വാനമുണ്ടാകുമ്പോൾ എങ്ങനെയാണ് അനുസരണത്തിന്റെ നിലവാരം കാഴ്ചവെക്കേണ്ടതെന്ന്, മുന്നോട്ട് വരേണ്ടത് എന്ന്, ഏതു വിധത്തിലായാലും കഴിയുന്നത്ര അതിൽ പങ്കുചേരാൻ സജ്ജരായിരിക്കേണ്ടത് എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായി. അള്ളാഹു പറയുന്നു, ലൗ കാന അർലൻ ഖരീബൻ വസഫറൻ കാസിദൻ ലത്തബൗക വലക്കിൻ ബൂദത് അലൈഹിം ഷുക്ക വസയലിഫൂന ബില്ലാഹി ലവിസ്തതാന ലിഖറജ്ന മാക്കും യുഹ്ലിക്കൂന അൻഫസും വല്ലാഹു യഅലമു അന്നഹും ലകാസിബൂൻ അഫല്ലാഹു അൻക ലിമ അസിൻത ലഹും ഹത്താ യതബയ്യന ലക്കല്ലസീന സ്വദഖു താലമുൽ കാസിബീൻ ലാ യസ്തഅ്സിനുകല്ലസീന യുമിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഇൻ യുജാഹിദു ബിഅംവാലിഹിം വഅൻഫുസിഹിം വല്ലാഹു അലീമുൻ ബിൽ മുത്തഖീൻ ഇന്നമാ യസ്തഅ്സിനുകല്ലസീന ലാ യുമിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വർതാബത് ഖുലൂബുഹും ഫഹും ഫീ റൈബിഹിം യതറദ്ദദൂൻ വലൗ അറാദുൽ ഖുറൂജ ലഅദു ലഹു ഉദ്ദത്തം വലാകിൻ കരിഹല്ലാഹു ഇൻബിഅസഹും ഫസബ്ബതഹും വഖീല ഖൂദു മഅൽ ഖായിദീൻ ലൗ ഖറജു ഫീകും മാ സാദൂകും ഇല്ലാ ഖബാല വലാ ഉളൂ ഖിലാലക്കും യബ്ഗൂനകുമുൽ ഫിത്നത വഫീകും സമ്മാഊന ലഹും വല്ലാഹു അലീമുൻ ബിൽവാലിമീൻ ലഖദ് ഇബ്തഗൗ അൽ ഫിത്നത മിൻ ഖബ്ലു വഖല്ലബു ലക്കൽ ഉമൂറ ഹത്ത ജാൽ ഹഖ് വലഹറ അമറുല്ലാഹി വഹും കാരിഹൂൻ വസഹറ അമറുല്ലാഹി വഹും കാരിഹൂൻ. അകലം കുറവും യാത്ര എളുപ്പമുള്ളതുമായിരുന്നെങ്കിൽ അവർ തീർച്ചയായും നിന്റെ പിന്നാലെ വരുമായിരുന്നു. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ക്ലേശം അനുഭവിക്കുക അസഹനീയമാണ്. ഞങ്ങൾക്ക് സാധിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കൂടെ പുറപ്പെടുമായിരുന്നു എന്ന് പറഞ്ഞ് അവർ ഉറപ്പായും അള്ളാഹുവിൽ സത്യം ചെയ്യും, ആണയിടും. അവർ തങ്ങളെ തന്നെ നശിപ്പിക്കുകയാണ്. അവർ കളവ് പറയുന്നവരാണെന്ന് അള്ളാഹുവിനെ നന്നായി അറിയാം. അള്ളാഹു താങ്കൾക്ക് മാപ്പ് നൽകട്ടെ. സത്യം പറഞ്ഞവർ ആരെന്ന് താങ്കൾക്ക് വ്യക്തമാകാനും കളവ് പറഞ്ഞവരെ തിരിച്ചറിയാനും കഴിയുന്നതുവരെ എന്തിനാണ് താങ്കൾ അവർക്ക് അനുവാദം നൽകിയത്? അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ തങ്ങളുടെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ജിഹാദ് ചെയ്യുന്നതിൽ നിന്ന് താങ്കളോട് ഇളവ് ചോദിക്കില്ല. അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരെ നന്നായി അറിയുന്നവരാണ്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാത്തവരും ഹൃദയങ്ങളിൽ സംശയമുള്ളവരുമാണ് നിന്നോട് ഇളവ് ചോദിക്കുന്നത്. അവർ തങ്ങളുടെ സംശയത്തിൽ അലഞ്ഞു തിരിയുകയാണ്. അവർ യുദ്ധത്തിന് പുറപ്പെടാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യുമായിരുന്നു. എന്നാൽ അവർ ഈ മഹത്തായ ഉദ്ദേശത്തിനായി പുറപ്പെടുന്നത് അള്ളാഹു ഇഷ്ടപ്പെട്ടില്ല. അതിനാൽ അവൻ അവരെ ഉള്ളിടത്ത് തന്നെ നിർത്തി, വെറുതെ ഇരിക്കുന്നവരോടൊപ്പം നിങ്ങൾ ഇരുന്നു കൊള്ളുക എന്നവരോട് പറയപ്പെട്ടു. അവർ നിങ്ങളുടെ കൂട്ടത്തിൽ പുറപ്പെട്ടിരുന്നെങ്കിൽ കുഴപ്പങ്ങളല്ലാതെ മറ്റൊന്നും വർദ്ധിപ്പിക്കില്ലായിരുന്നു. നിങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി അവർ തിരക്കിട്ടോടുമായിരുന്നു. അവരുടെ സംസാരം ശ്രദ്ധിക്കുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുമുണ്ട്. അള്ളാഹു അക്രമികളെ നന്നായി
അറിയുന്നവനാണ്. തീർച്ചയായും ഇതിനു മുമ്പും അവർ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും താങ്കളുടെ മുന്നിൽ കാര്യങ്ങൾ തലകീഴായി അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ സത്യം വന്നെത്തുകയും അള്ളാഹുവിൻ്റെ വിധി പ്രകടമാവുകയും ചെയ്തു. അവരത് വെറുത്തിരുന്നെങ്കിലും. അങ്ങനെ അള്ളാഹു താല ഈ ആയത്തുകളിൽ മുനാഫിക്കുകളുടെ അവസ്ഥ തുറന്നു കാണിക്കുകയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് താങ്കൾ അവരുടെ പൊള്ളയായ ഒഴികഴിവുകൾ സ്വീകരിക്കാതിരിക്കുകയും അനുവാദം നൽകാതിരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അവരുടെ കപടത എല്ലാവർക്കും മുന്നിൽ വെളിപ്പെട്ടേനെ എന്ന് പറയുകയും ചെയ്തു. എന്തായാലും യുദ്ധത്തിന് അവർ പോകുമായിരുന്നില്ല. എന്നിരുന്നാലും അള്ളാഹു താല പറയുന്നു, അവർ പോകാതിരുന്നത് തന്നെയാണ് നല്ലതും. കാരണം ഏതെങ്കിലും കാരണവശാൽ അവർ പോയിരുന്നെങ്കിൽ തന്നെ യുദ്ധത്തിനിടയിൽ മുസ്ലിങ്ങൾക്ക് ദോഷം വരുത്തുന്ന പ്രവർത്തനങ്ങൾ അവർ ചെയ്യുമായിരുന്നു. എന്തായാലും ഈ മുനാഫികളുടെ ആഗ്രഹത്തിനൊത്ത ഫലങ്ങൾ ഉണ്ടായില്ല. ഇതിന്റെ ബാക്കി വിശദാംശങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ഖുത്ബയിൽ വിവരിക്കുന്നതാണ്. കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ റബയിലെ മസ്ജിദിലുണ്ടായ ആക്രമണത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. മുറിവേറ്റ അഹമ്മദികളായ ഖുദ്ദാമികൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു എല്ലാവർക്കും പൂർണ്ണ ആരോഗ്യവും സൗഖ്യങ്ങൾ നൽകുമാറാകട്ടെ. എല്ലാ സങ്കീർണതകളിൽ നിന്നും അള്ളാഹു അവരെ രക്ഷിക്കുമാറാകട്ടെ. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നീട് ചിലപ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ 3 ഖുദ്ദാമുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അതിനാൽ അവർ ഇപ്പോഴും ആശുപത്രിയിൽ അഡ്മിറ്റ് തന്നെയാണ്. ബാക്കിയുള്ള 5 പേരെ ചികിത്സ നൽകി വീട്ടിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിലും അവരുടെ മുറിവുകൾ ഉണങ്ങാൻ കാലതാമസമുണ്ട്. അള്ളാഹു എല്ലാവർക്കും പൂർണ്ണ സൗഖ്യം നൽകട്ടെ, രോഗശാന്തി നൽകട്ടെ. ഭാവിയിൽ എല്ലാ ദോഷങ്ങളിൽ നിന്നും നാശനഷ്ടങ്ങളിൽ നിന്നും ജമാഅത്തിലെ അംഗങ്ങളെ എല്ലായിടത്തും അവൻ സംരക്ഷിക്കുമാറാകട്ടെ. നമസ്കാര ശേഷം ഞാനൊരു ജനാസ ഗായിബ് നമസ്കാരം നിർവഹിക്കുന്നതാണ്. അത് മാർഷൽ ദ്വീപിൽ നിന്നുള്ള സാം അലി നേന സാഹിബ് എന്ന വ്യക്തിയുടേതാണ്. കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയിലെ കാലിഫോർണിയയിൽ വെച്ച് 83-ാമത്തെ വയസ്സിൽ അദ്ദേഹം വഫാത്തായത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹം ആദ്യമായി ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുന്നത് 1980-കളിൽ നമ്മുടെ ജമാഅത്തിലെ മുറബിയായിരുന്ന ഹാഫിദ് ജിബ്രീൽ സയ്യിദ് സാഹിബിൻ്റെ തബ്ലീഗിൻ്റെ ഫലമായായിരുന്നു. ആ സമയം അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു, അഹമ്മദിയത്ത് സ്വീകരിച്ചു. കടുത്ത എതിർപ്പുകൾ നേരിട്ടെങ്കിലും അദ്ദേഹം വളരെ സ്ഥൈര്യത്തോടെ തൻ്റെ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നു. ഒരു സെനറ്റർ പാർലമെന്റിൽ ഇസ്ലാമിനെ നിയമവിരുദ്ധവും തീവ്രവാദവുമായി ബന്ധപ്പെട്ട മതമായും പ്രഖ്യാപിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ധീരമായി ഒരു പ്രാദേശിക പത്രത്തിൽ സന്ദേശം നൽകി. ഞങ്ങൾ അഹമ്മദി മുസ്ലിങ്ങളാണ്, ഞങ്ങൾക്ക് തീവ്രവാദവുമായി യാതൊരു ബന്ധവുമില്ല. അദ്ദേഹത്തിൻ്റെ ഈ ധീരമായ പ്രസ്താവന ജമാഅത്തിന് ശക്തിയേകി. ആ സെനറ്റർ നിയമം പാസാക്കാൻ ശ്രമിച്ചുവെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ കാരണം അത് നടന്നില്ല, വിലപ്പോയില്ല. പ്രാദേശിക സമൂഹത്തിൽ സ്വാധീനമുള്ള വ്യക്തിയായിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അമേരിക്കയുടെ നായിബ് അമീറായ ഫലാഹുദ്ദീൻ ഷംസായി പറയുന്നു, എനിക്ക് 5 വർഷം മാർഷൽ ദ്വീപുകളിൽ പ്രവർത്തിക്കാൻ സേവനത്തിലുള്ള തൗഫീക്ക് ലഭിച്ചു. ആ ദ്വീപ് അമേരിക്കയുടെ മേൽനോട്ടത്തിലായിരുന്നതിനാൽ ഞാൻ അവിടെ സന്ദർശിക്കുമാറുണ്ടായിരുന്നു. സാം സാഹിബ് ഹാഫിൽ ജിബ്രീൽ സാഹിബ് വഴിയാണ് അഹമ്മദിയായത്. തുടക്കത്തിൽ 4-5 കുടുംബങ്ങളെ അഹമ്മദികളായി ഉണ്ടായിരുന്നുള്ളൂ. ജമാഅത്ത് വളരെ ചെറുതായിരുന്നു, രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ടായിരുന്നില്ല. എന്നാൽ ഹാഫിസ് സാഹിബിൻ്റെയും അദ്ദേഹത്തിൻ്റെയും കഠിനാധ്വാനം കാരണം ജമാഅത്ത് അവിടെ രജിസ്റ്റർ ചെയ്തു. ഹാഫിസ് സാഹിബ് തിരിച്ചുപോയ ശേഷം വളരെ കാലം അവിടെ മുറബിമാരാരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സാം സാഹിബ് തൻ്റെ മരണം വരെ ജമാഅത്തിനെ സംരക്ഷിക്കുകയും തബ്ലീഗ് ചെയ്യുകയും ജമാഅത്തിൻ്റെ പേരിന് മങ്ങലേൽക്കാതെ നോക്കുകയും ചെയ്തു. ഇവിടെ നിന്ന് കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു പ്രതിനിധി സംഘം പോകുമ്പോഴെല്ലാം വളരെ ഊഷ്മളതയോടെ ജമാഅത്തിനെ സഹായിച്ചിരുന്നു. അദ്ദേഹം എപ്പോഴും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചു. അത് ഫലപ്രദമായ പ്രവർത്തനവുമായിരുന്നു. മാർഷൽ ഐലൻഡിൽ ജമാഅത്ത് സ്ഥാപിക്കുന്നതിൽ അദ്ദേഹത്തിന് 1-ാം സ്ഥാനമുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടാണ് അധിക പേരും പുതുതായി അഹമ്മദി മുസ്ലിങ്ങളായത്. അദ്ദേഹം മാർഷൽ ദ്വീപുകളിലെ സദർ ജമാഅത്തായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. തുടർന്ന് ഷംസായി പറയുന്നു, ഞാൻ കോസ്റായി ദ്വീപിൽ മിഷൻ സ്ഥാപിക്കാൻ പോയപ്പോഴും സാം സാഹിബ് സഹായിച്ചു. അദ്ദേഹത്തിൻ്റെ ചില സുഹൃത്തുക്കൾ അഹമ്മദിയത്തിൽ ചേർന്നു. അവിടെ അള്ളാഹുവിൻ്റെ കൃപയാൽ ഒരു മിഷൻ ഹൗസ് വാങ്ങുകയും കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തു. അതുപോലെ ഖ്വാജലീൻ ദ്വീപിലും കിരിബാത്തിയിലും
അദ്ദേഹത്തിലൂടെ മിഷൻ സ്ഥാപിക്കുന്നതിന് സഹായം ലഭിച്ചു. കൂടാതെ മറ്റൊരു സ്ഥലത്തും അദ്ദേഹത്തിലൂടെ മിഷൻ സ്ഥാപിക്കാൻ സഹായം ലഭിച്ചു. ഞാൻ സാം സാഹിബിനോട് ഒരിക്കൽ ചോദിച്ചു, 3 ദ്വീപുകളിൽ ജമാഅത്ത് സ്ഥാപിക്കാനും അതിൽ കേന്ദ്രസ്ഥാനം വഹിക്കാനും താങ്കൾക്ക് തൗഫീക്ക് ലഭിച്ചത് ഏത് നന്മയുടെ ഫലമായാണ്? അപ്പോൾ അദ്ദേഹം വളരെ വിനയത്തോടെ പറഞ്ഞു, ഇതെല്ലാം അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്, അതിൽ എൻ്റെ ഒരു കഴിവുമില്ല. മാർഷൽ ദ്വീപുകളിലെ ജമാഅത്തിലെ മൊറബിയായ കാസിം ചൗധരി സാബ് പറയുന്നു, തടസ്സങ്ങൾക്കിടയിലും അദ്ദേഹം തൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. തൻ്റെ ഭാര്യയോടൊപ്പം ചേർന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ത്യാഗം കാരണം ഒരു ഭൂമി വഖഫ് ചെയ്യപ്പെട്ടു. അവരുടെ ഭാര്യ നൽകിയ ഭൂമിയിലാണ് ഇന്ന് മാർഷൽ ദ്വീപുകളിലെ ആദ്യത്തെ പള്ളി നിലകൊള്ളുന്നത്. ഇസ്ലാം സ്വീകരിച്ചതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സ്വന്തം വാക്കുകളിലുള്ള വിവരണം ഇപ്രകാരമാണ്. അദ്ദേഹം പറയുന്നു, 1987 ഞാനും എൻ്റെ ഭാര്യ മേരിയും, ഭാര്യയുടെ പേര് മേരി എന്നാണ്, ലോങ് ദ്വീപിലെ ഒരു ഹോട്ടലിൽ താമസിക്കുകയായിരുന്നു. ഒരു ദിവസം രാവിലെ ഞങ്ങൾ റൂമിന് പുറത്തു വന്നപ്പോൾ ഉയരം കൂടിയ ഒരു ആഫ്രിക്കൻ വ്യക്തിയെ കണ്ടു. ഞാൻ സലാം പറഞ്ഞു. അദ്ദേഹം സലാം മടക്കി. പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം ഹാഫിദ് ജിബ്രീൽ സയ്യിദ് സാബാണെന്നും മൈക്രോനേഷ്യയിലെ ആദ്യത്തെ മുബലിഗാണെന്നും മനസ്സിലായി. എന്തായാലും ഞങ്ങളുടെ കൂടിക്കാഴ്ചകൾ തുടർന്നു, ബന്ധങ്ങൾ വളർന്നു. അദ്ദേഹം എന്നെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ബൈബിളിലെ വാക്യങ്ങൾ കാണിച്ചുകൊണ്ട് ഈസാ അലൈഹി ഇസ്ലാമിന് ശേഷം ഒരു നബി വരാനുള്ള സുവാർത്ത ബൈബിളിൽ ഉണ്ടെന്ന് ജിബ്രീൽ സാഹിബ് പറഞ്ഞു. അത് ഒരു വാക്യം മാത്രമല്ല, നിരവധി വാക്യങ്ങളുണ്ടായിരുന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ ആശ്ചര്യപ്പെട്ടു. പുതിയ നിയമത്തിൽ ഈസാ അലൈഹി ഇസ്ലാം തന്നെ പറയുന്നു, എനിക്ക് പോകണം, അവൻ ഒരാളെ എൻ്റെ ശേഷം അയക്കും. യോഹന്നാൻ 16:7. ഈ സത്യങ്ങൾ ഞാൻ മുമ്പൊരിക്കലും കേട്ടിട്ടില്ലായിരുന്നു എന്നും അദ്ദേഹം പറയുന്നു. ഹാഫിദ് സാഹിബ് എനിക്ക് ഓരോ കാര്യവും ബൈബിളിൽ നിന്ന് വളരെ വ്യക്തമായി പറഞ്ഞു തന്നു. അവസാനം അള്ളാഹു താല എന്നെ സന്മാർഗത്തിലേക്ക് നയിച്ചു. ഞാൻ സത്യങ്ങൾ കാണുകയും എൻ്റെ ഹൃദയം ഇസ്ലാമിലേക്ക് തിരിയുകയും ചെയ്തു. അങ്ങനെ ഞാൻ ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം പറയുന്നു, ഇക്കാലയളവിൽ ഞാൻ ഇസ്ലാം സ്വീകരിച്ചു വരും ആളുകൾ അറിഞ്ഞപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർ പറഞ്ഞു, ഞങ്ങൾ ഇസ്ലാമിനെ മാർഷൽ ദ്വീപുകളിൽ ഒരിക്കലും പ്രചരിപ്പിക്കാൻ അനുവദിക്കില്ല. അപ്പോൾ ഞാൻ ഹാഫിദ് സാഹിബിന് ഫോൺ ചെയ്തു. അദ്ദേഹം അപ്പോഴേക്കും അവിടെ നിന്ന് പോയിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, അള്ളാഹു വഴികൾ തുറക്കുന്നതാണ്. തുടർന്ന് അദ്ദേഹം പറയുന്നു, അള്ളാഹു പല വഴികളും തുറന്നു തന്നു. ഒരു ദിവസം ഞാൻ വീട്ടിലിരിക്കുമ്പോൾ അറ്റോർണി ജനറൽ ഓഫീസിൽ നിന്ന് ഒരാൾ വന്ന് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ രജിസ്ട്രേഷൻ അംഗീകരിച്ചിരിക്കുന്നു, ജമാഅത്ത് സ്ഥാപിക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ അനുമതി ലഭിച്ചിരിക്കുന്നു. അവിടെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ തടയാൻ ശ്രമിച്ചിരുന്നിടത്ത് അള്ളാഹു എങ്ങനെയുള്ള ഏർപ്പാടാണ് ചെയ്തതെന്ന് നോക്കുക. രജിസ്ട്രേഷൻ അംഗീകരിച്ചതിൻ്റെ രേഖകൾ വീട്ടിലെത്തിച്ചു. ഞാൻ ഉടൻ തന്നെ ആ കോപ്പി ഹാഫിദ് സാഹിബിന് അയച്ചു കൊടുത്തു എന്നും അദ്ദേഹം പറയുന്നു. തുടർന്ന് അദ്ദേഹം പറയുന്നു, എന്തായാലും കാലം കടന്നുപോയപ്പോൾ അഹമ്മദിയത്ത് മറ്റു മുസ്ലിങ്ങളിൽ നിന്ന് വ്യതിരിക്തമാണെന്ന് ഞാൻ മനസ്സിലാക്കി. എനിക്കതിൽ വലിയ അഭിമാനമുണ്ട്. ഞാൻ ഒരു അഹമ്മദി എന്ന ഒരു ശബ്ദം എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ മാറ്റലുകൊണ്ടിരുന്നു. അതിലെനിക്ക് അഭിമാനവും തോന്നിയിരുന്നു. 20 വർഷത്തോളം ഇവിടെ ഒരു മുബല്ലിഗും ഉണ്ടായിരുന്നില്ല. ഞാൻ വളരെയധികം വിഷമിച്ചിരുന്നു അക്കാര്യത്തിൽ. ഹാഫിദ് സാഹിബ് പറയുന്നു, നിങ്ങൾ ഖലീഫത്തുൽ മസീഹിന് കത്തെഴുതിക്കൊണ്ടിരിക്കുക, എന്തെങ്കിലും ഏർപ്പാട് നടക്കുന്നതാണ്. എന്തായാലും 2004 കേന്ദ്രത്തിൽ നിന്ന് എനിക്കൊരു നിർദ്ദേശം വന്നു, ഒരു അപരിചിതൻ വരുന്നുണ്ട്, അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ കൂട്ടിക്കൊണ്ടു പോകണം. അദ്ദേഹം പറയുന്നു, ഞാൻ വിമാനത്താവളത്തിൽ പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് ഒരു വ്യക്തി പുറത്തു വന്ന് എൻ്റെ പേര് ചോദിച്ചു. ഞാൻ സാം എന്ന് പറഞ്ഞു. അദ്ദേഹം മറുപടി പറഞ്ഞു, എൻ്റെ പേര് കൗസർ. അത് ഇനാമുൽ ഹക്ക് കൗസർ സാഹിബ് ആയിരുന്നു. അദ്ദേഹം പറയുന്നു, അന്നു മുതൽ ഞങ്ങൾ രണ്ടുപേരും സഹോദരങ്ങളെപ്പോലെയായി. ഞങ്ങൾ ഒരുമിച്ച് കോസറായി, പോംബിയൈ എന്നീ ദ്വീപുകളിലേക്ക് യാത്ര ചെയ്തു. അവിടെ ഒരാഴ്ച താമസിച്ചു. ഞങ്ങൾ പിരിഞ്ഞപ്പോൾ വളരെ കാലമായി പരസ്പരം അറിയുന്നവരെ പോലെയായിരുന്നു ഞങ്ങളുടെ ബന്ധം. ഇതായിരുന്നു ഇസ്ലാമിക സഹോദര്യം. അള്ളാഹുവിൻ്റെ കൃപയാൽ മുസ്ലിമായ ശേഷം എൻ്റെ ഹൃദയത്തിന് ശാന്തതയും ആത്മാവിന് സമാധാനം ലഭിച്ചു. നമസ്കാരം എന്നെ അടിമുടി മാറ്റി. എൻ്റെ ഭാര്യയും എന്നിൽ ഈ മാറ്റം കണ്ടറിഞ്ഞു. അതിനുശേഷം എപ്പോഴെങ്കിലും എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ അള്ളാഹുവിനോട് ചോദിക്കും. അള്ളാഹു ഉടൻ തന്നെ അത് നിറവേറ്റി തരികയും ചെയ്യും. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ ആ സഹായം പലതവണ കണ്ടിട്ടുണ്ട്. എല്ലാ ദുആയിലും ഞാൻ അള്ളാഹുവിന് നന്ദി പറഞ്ഞിട്ടുമുണ്ട്.
അദ്ദേഹത്തിൻ്റെ പേരമകൾ ജൂലിയ പറയുന്നു, വളരെ ആത്മാർത്ഥതയുള്ള മുസ്ലിം ആയിരുന്നു അദ്ദേഹം. തൻ്റെ വിശ്വാസത്തിൽ നിന്നും ആശ്വാസവും ശക്തിയും നേടിയ വ്യക്തിയായിരുന്നു. മിക്ക സമയങ്ങളിലും ആരാധനയിൽ ചെലവഴിക്കുകയും ഖുർആൻ കരീം പാരായണം ചെയ്യുന്നത് അങ്ങേയറ്റം ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. വിവിധ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അദ്ദേഹത്തെ ഞങ്ങൾ പലപ്പോഴും അഗാധമായ ചിന്തയിലും ആലോചനയിലും മുഴുകിയതായി കണ്ടിട്ടുണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തോട് പാപമോചനത്തോടും കാരുണ്യത്തോടും കൂടി വർത്തിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ചിലർ അഹമ്മദികളല്ലാത്തവരുണ്ട്. അദ്ദേഹത്തിൻ്റെ തലമുറയിൽപ്പെട്ട അവരും അഹമ്മദികളാകാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.